ഇന്ന് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത് സോണിയുടെ KDL-43W800C എന്ന മോഡലാണ്. ഒരു 2015 മോഡൽ ടി വിയാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് തന്നെ കംപ്ലയിൻ്റ് ഒന്ന് കാണാം. ഇതിനകത്ത് ഒരുപാട് ലൈൻസ് ഉണ്ട്. അതായത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൊറിസോണിൽ കുറേ ലൈൻസുകളുണ്ട്. അതുപോലെ കളർ ഇങ്ങനെ ഇടയ്ക്ക് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ കംപ്ലയിൻറ്റുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ മാറിയിട്ടാണ്. ഏകദേശം ഒരു 10 വർഷത്തോളം ആയിട്ടുണ്ട്. 2015 വന്നു. വളരെ നല്ലൊരു ടൈം പീരീഡാണ് സാധാരണ LED ടി വികളെ കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോഴത്തെ ബ്രാൻഡുകളെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മോഡൽസും ഇപ്പോഴത്തെ അറിയാമല്ലോ, കംപ്ലയിൻറ്റ്സ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര വർഷമായതുകൊണ്ട് ഉറപ്പായിട്ട് നമ്മൾ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യണം. ചെറിയ ചെറിയ മൈന്യൂട്ട് ലൈൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു കംപ്ലയിൻറ്റ് മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഡിസ്പ്ലേ മാറുന്നതാണ് ഇവിടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ടാണ് സോണിയുടെ ഒരു പാനൽ റീപ്ലേസ് ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വളരെ നല്ലൊരു മോഡൽ ടി വിയാണ്. അത് കുറച്ചധികം വർഷം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. സ്ലിം എഡ്ജ് LED ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഡ്ജ് LED ടി വികൾ കുറച്ച് സാധാരണ ടി വികളെ കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടുതലായിരിക്കും. കാരണം LED നല്ല ബ്രൈറ്റ്നസും അതുപോലെ വളരെ അടുത്ത് തന്നെ നമുക്ക് ഡിസ്പ്ലേയുടെ അടുത്ത് കിട്ടുന്നുണ്ട്. ആ ഒരു കോൺട്രാസ്റ്റൊക്കെ എന്തായാലും ഈ ടി വിക്ക് കിട്ടും. അതുകൊണ്ട് എഡ്ജ് LED ടി വികൾക്ക് പൊതുവേ സാധാരണ ടി വികളൊക്കെ കുറച്ച് ക്ലാരിറ്റി കൂടുതലായിരിക്കും. അത് ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. ഇവിടെ വരുന്നത് AU എന്ന കമ്പനിയുടെ ഡിസ്പ്ലേ ആണ്. നമ്മൾ ആൾറെഡി മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. BOE അതുപോലെ LG ഒക്കെയാണ് 43 സെഗ്മെൻറ്റ് നല്ല ഡിസ്പ്ലേ. പക്ഷേ നമ്മൾ പറയാത്ത ഡിസ്പ്ലേ ആണ് AU ഡിസ്പ്ലേ. ഏകദേശം ഒരു 9 വർഷം മിനിമം ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ LGനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പാനൽ കുറച്ച് തിക്നെസ് കുറവാണ്. അത് നമുക്ക് തട്ടുമ്പോൾ തന്നെ ചെറിയ രീതിയിലൊക്കെ ലൈറ്റ് പുറത്ത് വരുന്നുണ്ട്. BOE അതുപോലെ LGനെ കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഹാർഡല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ പുറത്തോട്ട് വരുന്ന രീതിയിലുള്ള ആ ഒരു തിക്നെസ് ഈ പാനലിലുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് LGയും ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. അങ്ങനെ മോഡിഫൈ ചെയ്തിട്ട് ഇടാൻ പറ്റും. ഇതിനകത്ത് പാനലുകൾ ഒരുപാട് ടൈപ്പ് ഉണ്ട്. അത് VA പാനലുണ്ട്, TN പാനലുണ്ട്, അതുപോലെ IPS ഉണ്ട്. അപ്പോൾ LGയുടെ വരുന്ന IPS ആണ്. അപ്പോൾ ഈ VA പാനൽ നമ്മൾ ഈ സാംസങ്ങിൻ്റെ ഒക്കെ സിംഗിൾ കോഫൊക്കെ വരുന്ന VA പാനലാണ്. അതായത് നമ്മൾ അതിൻ്റെ പ്രത്യേകിച്ച് റിഫ്രഷ് റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ആംഗിൾ വ്യൂ, അതായത് നമ്മൾ ഓരോ സൈഡിൽ നോക്കുമ്പോഴുള്ള ആ ഒരു ആംഗിൾ വ്യത്യാസം ഉണ്ടായിരിക്കും. പിക്ചറിൻ്റെ ഓരോ ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ ഇരുന്നെങ്കിൽ മാത്രമേ കാണാനുള്ളൂ. പക്ഷേ IPS അങ്ങനെയില്ല. എല്ലാ ഡയറക്ഷനിലും നമുക്ക് ഒരേ പിക്ചറാണ് കിട്ടുക. പക്ഷേ ഈ ഗെയിമിംഗ് പർപ്പസിന് അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് റിഫ്രഷ് റേറ്റ് കൂടുതലുള്ള ഡിസ്പ്ലേകൾ വേണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് VA പാനലാണ് കൂടുതലും ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള ഡിസ്പ്ലേകൾ തന്നെ IPS തന്നെ കുറച്ചുകൂടെയൊക്കെ റിഫ്രഷ് റേറ്റ് കൂടുതൽ ഡിസ്പ്ലേകൾ വരുന്നുണ്ട്. അതുപോലെ 4K ഡിസ്പ്ലേകളും വരുന്നുണ്ട് ഒരുപാട് ഗെയിമിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ഓരോ പർപ്പസിന് ഓരോ ഡിസ്പ്ലേയാണ് ഉപയോഗിക്കുന്നത്. ഗെയിമിങ്ങിന് വേറെയാണെന്നുള്ള കാര്യം ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ അതിൻ്റെ പാനൽ അഴിച്ചെടുക്കാൻ പോകണം. അപ്പോൾ സോണിക്ക് തന്നെ ബാക്കിയുള്ള ടി വിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പ്രിസൈസ് ആയിട്ടുള്ള സ്ക്രൂ ഉണ്ട്. അതായത് കുറച്ച് സൈഡ് ബീഡിങ് എല്ലാം വളരെ നീറ്റായിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. കൂടെ കാണാം ഓരോന്നിനും വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ തന്നെ അത് അഴിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അത് തിരിച്ച് അതേപോലെ തന്നെ നമുക്ക് റീഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഒരുപാട് സ്ക്രൂ ഉള്ളൊരു മോഡലാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള സ്ക്രൂ തന്നെ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഫ്രെയിമിലൊക്കെ വരുന്നത് വളരെ തിന്നായിട്ടുള്ള ഫ്രെയിമിൽ തന്നെ ചെറിയ സ്ക്രൂകളാണ് വരുന്നത്. അപ്പോൾ അതൊരിക്കലും വലിയ സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടി വി ഒരിക്കലും വീട്ടിൽ വെച്ച് അഴിക്കാൻ ശ്രമിക്കരുതെന്നേ പറയുള്ളൂ. കാരണം വളരെയധികം കെയർഫുള്ളായിട്ടാണ് ഇത്തരത്തിലുള്ള ടി വികൾ എഡ്ജ് LED പൊതുവെ അഴിക്കുന്നത്. നമ്മളിവിടെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് AUൻ്റെ തന്നെ ഡിസ്പ്ലേ ആണ്. പുതിയ ഡിസ്പ്ലേ തന്നെയാണ്, ഒറിജിനൽ ഡിസ്പ്ലേ തന്നെയാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് AUൻ്റെ പുതിയ ഡിസ്പ്ലേ. 3 കോഫ്, അതായത് മൊത്തം 6 കോഫ് വരുന്ന ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ 3 അതുപോലെ റൈറ്റ് സൈഡിൽ 3 ഫുൾ HD ഡിസ്പ്ലേ ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്ത് LGയും ഇടാൻ പറ്റും. പക്ഷേ LGയുടെ 43 ഡിസ്പ്ലേ വരുന്നത് 2 കോഫാണ്. അതായത് ലെഫ്റ്റ് സൈഡിൽ 2 അതുപോലെ റൈറ്റ് സൈഡിൽ 2, അങ്ങനെ മൊത്തം 4 കോഫാണ് വരുന്നത്. അപ്പോൾ 4 കോഫുള്ള പാനൽ 6 കോഫുള്ള അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ അതിനകത്ത് സാധിക്കാത്തത്. ബോഡിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റാം. പക്ഷേ ഇവിടെ അത്ര കോംപ്ലിക്കേഷൻ ആവശ്യമില്ല. കാരണം നമുക്ക് സെയിം ഡിസ്പ്ലേ തന്നെ അവൈലബിൾ ആണ്. കിട്ടാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും, അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അപ്പോഴും ഇത്തരത്തിലുള്ള എഡ്ജ് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആ ഫ്രെയിമൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു വർക്കാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒറിജിനൽ ഡിസ്പ്ലേ, അതായത് സെയിം AU തന്നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിൻ്റെ ഫ്രെയിമുകളെല്ലാം തന്നെ അഴിച്ചെടുക്കുന്ന സമയത്ത് പൊടി ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് അഴിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നോർമലി ഫ്രെയിമുള്ള ടി വികളിലേക്കാളും വളരെ തിന്നായിട്ടുള്ള വെസൽസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഫ്രെയിമുമായിട്ട് വളരെ ചെറിയ ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ആ ഫ്രെയിമുകളിൽ. അപ്പോൾ നോർമലി നമുക്ക് ബ്രഷിൻ്റെ ഫൈബേഴ്സ് ഒന്നും അതിനകത്തോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടി വിക്ക് അകത്ത് ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മളത് റീഇൻസ്റ്റാൾ ചെയ്യുന്നതെല്ലാം. അപ്പോൾ ഇതുപോലെ ഡിസ്പ്ലേ സോണിയുടെ നോർമലി ടി വികളെക്കാളും കുറച്ച് വളരെ ശ്രദ്ധിച്ച് നോർമലി ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു വർക്കാണിത്.
പ്രത്യേകിച്ച് 32 എബോവ് ഉള്ള എല്ലാ ടിവികളും കുറച്ചധികം ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ്. 32 മോശം വളരെ കെയർലെസ് ആയിട്ട് ചെയ്യാമെന്നല്ല അതിനർത്ഥം. കമ്പാരിറ്റീവ്ലി കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ 43 അതിൻ്റെ എബോവ് ഉള്ള ടിവികൾ. ഫ്രെയിം ഇട്ടതിന് ശേഷം നമ്മൾ ഡിസ്പ്ലേ മേലോട്ടാക്കിയിട്ട് താഴെ നിന്നാണ് സ്ക്രൂ ചെയ്യുന്നത്. ഫ്രെയിമിൻ്റെ നമുക്കൊരിക്കലും കിടത്തി വെച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അടിയിൽ നിന്ന് ഇട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡിസ്പ്ലേ അത് ടി വി നമ്മൾ കിടത്തി വെക്കുന്നത്, ഡിസ്പ്ലേ താഴത്തോട്ടാക്കി വെക്കുന്നത്. ശേഷം നമ്മൾ ആ പാനലിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ഷീൽഡുകളും അതുപോലെ താഴത്തെ ഫ്രെയിമൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആ പൊടികൾ കാണുന്നതൊക്കെ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കളയുന്നുണ്ട്. കാരണം ഇത് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ടി വി ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് പൊടിയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. ശേഷമാണ് നമ്മളിതിനെല്ലാം റീഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതതിൻ്റെ പാനൽ ബോർഡ്, അതായത് സ്കെയിലാർ ബോർഡിനെ കവർ ചെയ്യുന്നൊരു ഷീൽഡാണ് അലുമിനിയത്തിൻ്റെ. അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഷീൽഡ് ഉപയോഗിക്കുന്ന ഒരു ഗുണം, നമുക്ക് കുറച്ച് ഹീറ്റ് ഉണ്ടാവും, കോഫിൽ ഹീറ്റ് ഉണ്ടാവുന്നതൊക്കെ ഒരു പരിധി വരെയൊക്കെ ഇത് അബ്സോർബ് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നോർമലി വർക്ക് ചെയ്യുന്നതിനൊക്കെ കുറച്ച് അധികം ലൈഫ് നമുക്ക് ടി വികൾക്ക് കിട്ടും. ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റേതായിട്ടുള്ള അറിവുകൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ തെറ്റുകൾ പറ്റാം, അതുപോലെ കറക്ഷൻസൊക്കെ വരുത്തേണ്ടി വരും. ചില ആൾക്കാർക്ക് തന്നെ ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ നമ്മൾ ഇത്ര വർഷമായ സ്ഥിതിക്ക് ഇതിൻ്റെ പാനൽ മാറ്റുന്നതുകൊണ്ട് നല്ലതാണോ, അത് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമെന്നൊക്കെ തോന്നുമായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു ഓപ്ഷനിൽ ഒന്നുകൂടെ ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ടി വിക്ക് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല പ്രൈസ് ആയിട്ടുണ്ട്. കാരണം ഇത് 3D മോഡലാണ്, 3D നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ടി വികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി ഉള്ള ടി വിനൊക്കെ കുറച്ച് പ്രൈസ് കൂടുതലാണ് ഈ ടി വിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് വർത്താണ്. കാരണം ഇത് ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള പൈസ ഇതിനകത്ത് എക്സ്ചേഞ്ച് വാല്യൂ കിട്ടുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എഡ്ജ് LED ആയതുകൊണ്ട് സാധാരണ LED കുറച്ചുകൂടെയൊക്കെ നല്ല ബ്രൈറ്റ്നസ്, അതുപോലെ ഓരോ നമുക്ക് ആ ഒരു പിക്ചറിൽ അത് എടുത്ത് കാണിക്കും. നമുക്ക് അവസാനം അതിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. വളരെയധികം ക്വാളിറ്റിയുള്ള പിക്ചർ തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നമുക്ക് മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ലോസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു 10 വർഷമൊക്കെ വർക്ക് ചെയ്യുന്ന ഉറപ്പായിട്ട് നല്ലൊരു ടൈം പീരീഡ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് പോയതാണ് ഉറപ്പായിട്ട് ഡിസ്പ്ലേ മാറി യൂസ് ചെയ്യുന്നത് നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവസാനം ഇതിൻ്റെ പിക്ചർ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ എന്താ നമ്മൾ ഇതിൻ്റെ ടീക്കോം ബോർഡൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ മദർ ബോർഡ് അതുപോലെ ടീക്കോം ബോർഡിൻ്റെ കവർ ചെയ്തിട്ടുള്ള ആ ഷീൽഡും വെച്ചതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും വളരെ കെയർഫുള്ളായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം സോണി ആയതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ, അതായത് ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിലും അതുപോലെ ഈ ലോക്കുകളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഓരോന്നിനും കറക്റ്റായിട്ടുള്ള ഓരോ ഭാഗത്ത് ഉപയോഗിക്കുന്ന സ്ക്രൂ പോലും അത്രയും ഇതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെന്തായാലും അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ്. കാരണം സോണി ആയതുകൊണ്ട് ഓരോ ലോക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ലെങ്തി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണുക. ചില ടി വികളിൽ ഇത്തരത്തിൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മൾ അഴിക്കുന്ന സമയത്ത് LVDS കേബിളിനകത്തൊക്കെ പൊടി ഇരിക്കാറുണ്ട്, അതായത് പാനലിൽ നിന്ന് മദർ ബോർഡിലോട്ട് കണക്ടറിലൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഇറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്ത് കളയണം. നമ്മൾ ഈ ടീക്കോം ബോർഡിനകത്ത് തന്നെ മെറ്റൽ കണക്ടർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണക്ടർ തന്നെ അവിടെ നമുക്ക് ഇത്തരത്തിൽ ഹൊറിസോണ്ടലി നമുക്ക് ക്ലീൻ ചെയ്യാൻ രസമുണ്ട്. പക്ഷേ അതുപോലെ കണക്ടറല്ല, ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്യുന്ന ടൈപ്പാണ് നമ്മൾ ഒരിക്കലും ഹൊറിസോണ്ടലി ഇങ്ങനെ റബ്ബ് ചെയ്യരുത്. ആ പിന്നിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് ഇത് വെർട്ടിക്കലി ആയിട്ടാണ് അത് ക്ലീൻ ചെയ്യേണ്ടത്. തിരിച്ച് ചെയ്യണമെങ്കിൽ ആ പിന്നൊക്കെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ നീറ്റായിട്ടാണ് അങ്ങനെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത്തരത്തിലുള്ള പിന്നുകൾ ചെയ്യാൻ. അതുപോലെ സോണിക്ക് എന്നല്ല, ഒരുവിധം നമ്മൾ ഇങ്ങനത്തെ സ്ട്രിപ്പുകളൊക്കെ ചെയ്യുന്നത് റേസർ വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഒരുപാട് കൊറോഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് IP വെച്ച് ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ട് ഇറേസർ കൊണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ അതിൻ്റെ ക്ലീൻ ആവും. ഒരുപാട് കൂടുതലുണ്ടെങ്കിൽ നമ്മളിത് റീപ്ലേസ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, പൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ ആ പാനലിനുള്ള ഒരു കവറിങ്, അതിൽ ഹീറ്റ് സിങ്ക് ഷീൽഡ് ഫിക്സ് ചെയ്തതിന് ശേഷം മദർ ബോർഡ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ 800C എന്ന മോഡലിനൊക്കെ ഈ സീരീസിൽ വരുന്ന ടി വികൾക്ക് വരുന്ന ഒരു കംപ്ലയിൻറ്റ്, ചിലപ്പോൾ ഡിസ്പ്ലേ വൈറ്റ് ആയിട്ട് പോകും, അതിങ്ങനെ വൈറ്റിഷ് ആയിട്ട് നിൽക്കും. ആ കംപ്ലയിൻറ്റ് വരുന്നത് ഇതിൻ്റെ ടീക്കോം ബോർഡ് കംപ്ലയിൻറ്റ് ആയതുകൊണ്ടാണ്. അത് ഗാമ IC കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇത്തരത്തിൽ വരാറുണ്ട്. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ഒന്നെങ്കിൽ നമുക്ക് IC മാറിയിട്ട് റിപ്പയർ ചെയ്യാം, അത് സോൾവ് ചെയ്തെടുക്കാം. അതുപോലെ ആ ടീക്കോം ബോർഡ് മാറിയിട്ടും അതുപോലെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കംപ്ലയിൻറ്റുകളും ഡിസ്പ്ലേ പോകുന്നതുകൊണ്ട് വരാറില്ല. ചിലപ്പോൾ ഈ മോഡലിൻ്റെ കാര്യമാണ് പറഞ്ഞത്, വൈറ്റിഷ് ആയെന്ന് വരുന്ന ടീക്കോൻ്റെ കംപ്ലയിൻറ്റ് വരാം. പക്ഷേ ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഡിസ്പ്ലേ ശരിക്കും പറഞ്ഞാൽ ലൈൻസൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മാറിയത്. അപ്പോൾ നമ്മൾ പാനലൊക്കെ മാറിയിട്ടുണ്ട്, പിക്ചറൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള പിക്ചർ തന്നെയാണ്. നമ്മൾ ആ 4K വിഷ്വലാണ് പ്ലേ ചെയ്യുന്നത്. ഫുൾ HD ആണെങ്കിൽ പോലും വളരെ നീറ്റായിട്ടുള്ള പിക്ചറാണ് തരുന്നത്. ആ റിഫ്രഷ് റേറ്റൊക്കെ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.